അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ദുൽഹിജ്ജ 5 ഇന്നലെ ദുൽഹിജ്ജ 4 വലിയ പ്രധാനപ്പെട്ടൊരു ദിവസമായി. മഹാനായ സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആണ്ട് ദിനം, വഫാത്ത് ദിനമായിരുന്നു. മഹാനവറുകളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അവിടുത്തെ ജീവിതവും അവിടുന്ന് കാണിച്ചു തന്ന ദൈക്ഷണികമായ ധാർമ്മികമായ പാഠങ്ങളും വലുതായിരുന്നു. ഇന്ന് കേരളത്തിൽ സാഹിത്യോത്സവങ്ങൾ അതുപോലെ കലാമാമാങ്കങ്ങൾ പലതായി നടക്കുന്നു. ഇതിൻ്റെയൊക്കെ ആശയവും ഇതിൻ്റെയൊക്കെ ഉദ്ദേശവും വൈജ്ഞാനികമായ ഒരു തലത്തെ, കലാപരമായ ഒരു പ്രതലത്തെ ഉറച്ചു നിർത്തുക എന്നതാണ്. ഈ ആശയത്തിൽ ഊന്നിക്കൊണ്ട് സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഒരു വൈജ്ഞാനികമായ തലത്തെ ലോകത്ത് പഠിപ്പിച്ച് കാണിച്ചു തന്നു. മഹാനവറുകളുടെ ഓരോ ഗ്രന്ഥങ്ങളും പഠന വിഷയങ്ങളും എടുത്തു നോക്കിയാൽ അവിടുന്ന് കാണിച്ചു തന്ന ശൈലി ലോകത്തിലെമ്പാടും നിങ്ങൾ വൈജ്ഞാനികമായ പല വിധത്തിലുള്ള ഓരോ സംഭാവനകൾ നൽകണം എന്നതാണ്. ഇതുപോലെ തന്നെ മഹാനായ ബദറുദ്ദീനുൽ ഐനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആണ്ട് ദിനം കൂടിയായിരുന്നു. അല്ലാതെയും മഹത്തായ പണ്ഡിതന്മാരുടെ ആണ്ട് ദിനമായി. അഥവാ സർഗാത്മകമായ തലത്തെ എങ്ങനെ പഠിച്ച് അതിനെ എങ്ങനെ പൊതുതലത്തിൽ പ്രസൻറ്റ് ചെയ്യണമെന്നതിനെ കാണിച്ചു തന്ന 2 മഹാവ്യക്തിത്വങ്ങൾ. സോഹിബു ഉംദത്തുൽ ഖാരി അഥവാ സ്വഹീഹുൽ ബുഖാരിയുടെ ഷറഹുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കിതാബാണ് ഉംദത്തുൽ ഖാരി. ഈ ഉംദത്തുൽ ഖാരിയുടെ മുസന്നിഫാണ് ബദറുദ്ദീനുൽ ഐനി റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ പറഞ്ഞു വന്നത്, ഈ 2 പണ്ഡിതന്മാരുടെയും ഗ്രന്ഥപരിശോധന നടത്തിയാൽ സർഗാത്മകമായ എഴുത്തിനെ ഫലവത്താക്കി ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ഒരു സംഗതിയാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ സാഹിത്യോത്സവങ്ങളും കലാമാമാങ്കങ്ങളും കൊണ്ടുള്ള ഉദ്ദേശം ഭാവി തലമുറയുടെ ആശയപരമായ, ആദർശപരമായ, സർഗാത്മകമായ തലങ്ങളെ ഉറച്ച് നിർത്തിക്കുക എന്നതാണ്. ആ തലത്തിൽ ക്രിയാത്മകമായ എഴുത്തുകൾ, ബുക്കുകൾ, ആശയ സംവാദങ്ങൾ എന്നിവ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനെ മഹാനായ സക്കരിയ അൻസാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥപരിശോധനയിൽ അവിടുത്തെ ശിഷ്യന്മാരായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ ശിഷ്യനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു, അവിടുത്തെ ശിഷ്യന്മാരായ ഉമർ ഖാളി, അവിടെ നിന്നങ്ങനെ നോക്കിയാൽ ഉസ്മാൻ മഖ്ദൂം, അതുപോലെ വളപ്പിൽ ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ, അവിടുത്തെ ശിഷ്യന്മാരെ കൂട്ടത്തിൽ അവിടെ നിന്ന് ഇങ്ങനെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹജി, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് AP ഉസ്താദും ബദറുസ്സാദാത്തും MA ഉസ്താദും റയീസുൽ ഉലമയും കോട്ടൂർ ഉസ്താദും അടങ്ങുന്ന അവിടുത്തെ ശിഷ്യഗണങ്ങളുമൊക്കെ എടുത്തു നോക്കിയാൽ ഉസ്താദ്, വൈലത്തൂർ ഉസ്താദ്, കോടമ്പയ ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി പണ്ഡിത നിരകളെടുത്തു നോക്കിയാൽ അവിടെ നിന്നൊക്കെ ക്രിയാത്മകമായ തലത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നതിനെ അവർ കൃത്യം ബോധ്യപ്പെടുത്തി തന്നിരിക്കും. ഞാൻ ഇതിനൊക്കെ പറയാനുണ്ടായ കാരണം, അവരുടെ കാലഘട്ടത്തിൽ സാഹിത്യോത്സവങ്ങളില്ല, അവിടുത്തെ കാലത്ത് ഒരു സംഗതിയുമില്ല. എന്നാൽ അവർ ഇവിടേക്ക് സംഭാവന ചെയ്ത, അവിടുന്ന് ഇവിടത്തേക്ക് നൽകിയിട്ടുള്ള പാഠങ്ങൾ അത് വല്ലാത്തതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വെറും ഒരു നാട്യങ്ങളല്ലാതെ അതിൻ്റെ ഫലങ്ങൾ ഭൂമി ലോകത്ത്, ഈ കേരള ഭൂമിയിൽ നാം ഇതിൻ്റെ ആഗോളമായ തലത്തിൽ ഇതിൻ്റെ ഫലങ്ങളെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.